ഹായ്, ടോപ്പ് 10 റിവ്യൂവിലേക്ക് ബിഗ് ബോസ് സീസൺ 6 10ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് 10ാമത്തെ എപ്പിസോഡായി. ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് തുടങ്ങിയാണ്. ലൈവിൻ്റെയും കുറേ അപ്ഡേഷൻ, ഇന്നലെ മുന്നാമത്തെ കുറച്ച് കാര്യം ലൈവിലൂടെ പരാമർശിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറിയാണ്. മുടിയൻ, യമുന റാണി, അങ്ങനെ പലരും, ശ്രീതു, ഇവരൊക്കെ തൻ്റെ ലൈഫ് സ്റ്റോറി ചെയ്ത കണ്ടന്റും നമുക്ക് മുന്നിൽ വന്നിരുന്നു. ബിക്കോസ് ഓഫ് നമുക്കിപ്പോൾ പറയാനുള്ളത്, യമുന റാണി എന്ന വ്യക്തി ബിഗ് ബോസിൽ നിന്നും ഉറങ്ങി. അതിൻ്റെ ഗെയിം ആദ്യം തുടങ്ങി, പിന്നെ ഗെയിമിലേക്ക് കടന്നു. വീടുണ്ടാക്കിയ അത് തകർക്കുന്ന കുറച്ച് എതിരാളികളും അതിൽ നിന്ന് കിട്ടുന്ന ക്ലാസിക് ഗെയിമാണിത്. ഒരു രസകരമായി കൈകാര്യം ചെയ്യേണ്ട ഗെയിം ഇത്രയും ഹാർഡാക്കി മാറ്റി ജാസ്മിൻ, ഗബ്രിയൽ, റോക്കി വളരെ അഗ്രസീവായി മാറിയും റോക്കിയായി മാറിയ ഒരു കാര്യമാണ്. അപ്സര ചെറിയ തെറ്റിനെ വലിയ തെറ്റാക്കി കാണും. അങ്ങനെ പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ ഓരോ കണ്ടസ്റ്റൻറ്റും ഇറക്കിയുണ്ടായി. അപ്സര ഇന്ന് കാണിച്ചത് ഒരു വലിയ ഇമോഷണൽ സ്ട്രാറ്റജി, അഗ്രസീവായ സ്ട്രാറ്റജിയാണ് റോക്കിയുടെ. അതുപോലെ തന്നെ ജാസ്മിൻ, വേതാളം കൂടി വലിയ കണ്ടൻ്റൊക്കെ ബിഗ് ബോസ് തരുന്നുണ്ട്. ബിഗ് ബോസ് അവർക്ക് ഉഷാലാക്കാനുള്ള എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. പ്രണയമായാലും എല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് ബിഗ് ബോസ് ടീമിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് നൽകിക്കൊടുത്താണ് ഈ 10ാമത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ആ ഒരു ഗെയിമിലൂടെ സ്വയം ആനന്ദിക്കുന്ന ബിഗ് ബോസിനെ നമ്മൾ കണ്ടു. ബിഗ് ബോസ് ഇപ്രാവശ്യം എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അവിടെയും ഇവിടെയും തൊട്ടതിനും പിടിച്ചതിനും തല്ലുണ്ടാക്കുക എന്ന ആ സ്ട്രാറ്റജി ഇവർ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ കളിയിലും ഒരു ഫൈറ്റ് എന്നതാണ് ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു രീതി എന്ന് തോന്നുന്നു. മാറ്റിപ്പിടിച്ച് ബിഗ് ബോസിൻ്റെ ഓരോ സാധനവും തകരുന്ന മട്ടുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാ വാക്ക് തർക്കം കൊണ്ടുള്ള ഫൈറ്റല്ല. കയ്യാങ്കളിക്ക് പോലും ബിഗ് ബോസിനെ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഈ സീസൺ 6 മറ്റൊരു രീതി. പലരും മൗനമാണെങ്കിലും അവരൊക്കെ ഒരു പുലിക്കുട്ടികളാണ്. ഒന്ന് മുന്നോട്ട് കാല് വെച്ച ബിഗ് ബോസിൻ്റെ ഓരോ സാധനവും ചടപടമായി തകർന്നു വീഴും. അത്രക്കൂട് അവർ കയ്യാങ്കളിക്ക് മുന്നേറും. ഒരിക്കലും റോക്കി എന്ന് പറയുന്ന ഇത്രയും കടുംപിടുത്തക്കാരെ ഫോഴ്സ് ചെയ്ത് ആക്രമണത്തിന് കൊണ്ടുവരുന്നത്. ജാസ്മിൻ അതിന് മുൻകൂട്ടി കരുക്കൽ നീക്കുകയാണ്. അങ്ങനെ ഗബ്രിയിലും ജാസ്മിനും ഉണ്ടാക്കുന്ന ഗെയിം പ്ലാനിങ്ങിലൊക്കെ റോക്കി വീഴുന്നതാണോ? റോക്കി കളിച്ച് ജാസ്മിനെയും ഇവരെയും തെറ്റിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ വഴിയെ മനസ്സിലാകും. ഈ സീസണിൽ 10ാമത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായത് ഒരു എത്തിക്സും ഒരു ബോളിൻ്റെ വേദനയൊക്കെ, ഒരു ബോള്, അതായത് പന്നി ബോള് എത്രത്തോളം നേരത്തെ കൊണ്ടാ വേദനിക്കും, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഒരു വലിയ കാര്യമാക്കി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗബ്രിയിലാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒരു ബോള് മേത്ത് കൊണ്ടാൽ അത്ര വലിയ പരിക്കൊന്നും ആവില്ല. തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ആർക്കും അത് മനസ്സിലാവും.
പക്ഷേ എത്തിക്സ് വിട്ട് കളിയാണിത്. എല്ലാവരും എത്തിക്സിന് മേല, ചിലർ എത്തിക്സ് കളി. ആ ഒരു മൂഡ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ശൗര്യം കാട്ടാനുള്ള കാടർ. എന്തിന് തല്ലുകൂടി ബിഗ് ബോസിൻ്റെ ആക്സസറീസ് മുഴുവനും തകർക്കുക എന്ന ഒരു നിലപാടാണ് സീസൺ 6 ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു തരത്തിൽ നല്ലൊരു യൂട്യൂബ് കണ്ടന്റ് തന്നെയാണ്. എല്ലാ എപ്പിസോഡും പോലെയല്ല, വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടൻസ് മേക്ക് കുറേ യൂട്യൂബർക്ക്, ക്രിയേറ്റീവർക്ക് കൊടുക്കുന്നുണ്ട് എന്നത് പരമമായ സത്യമാണ്. ഇതിൽ യമുന റാണിയെയും സുരേഷിനെയും ഒന്നും ഒരാവശ്യമില്ലാത്ത, അതായത് കോർണറായി വന്ന 2 പേരും ശ്രീതുവൊക്കെ വളരെ ആവശ്യമില്ലാത്ത കണ്ടസ്റ്റൻ്റാണ്. ഇവരൊന്നും ഈ സമയം വരെ ഒന്നും ചെയ്തിട്ടുമില്ല. ഇവരെയൊക്കെ മാറ്റി നിർത്തി നല്ല കോണ്ടന്റ് കിട്ടുന്നവരെ അകത്തിട്ടാൽ പ്രേക്ഷകർക്കും ബിഗ് ബോസ് അനീതികൾക്കും റേറ്റിങ്ങും വ്യൂസും കൂടാനുള്ള സാധ്യതയാണ്. ഞങ്ങളുടെ ടോപ്പ് 10 റിവ്യൂ കാണുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം, വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ എപ്പിസോഡ് പുതിയതായി വന്ന ഇപ്പോൾ വരുന്ന യൂട്യൂബർ, നമ്മളുടെ റേറ്റിംഗും നമ്മുടെ യൂട്യൂബ് വളരണമെങ്കിൽ നിങ്ങളുടെ കുറേ ആനുകൂല്യങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ആവശ്യം. നമ്മുടെ ഓരോരോ കാര്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങൾ, സിനിമ റിവ്യൂ ആയാലും ബിഗ് ബോസ് റിവ്യൂ ആയാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ കണ്ടന്റ് ക്രിയേറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇത് സാമൂഹിക സേവനമായി നമ്മൾ കരുതുകയാണ്. ഒരു അരി വാങ്ങാനുള്ള എല്ലാ കാര്യവും തന്നെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ടോപ്പ് 10 റിവ്യൂ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നമ്മളെ പിന്നിലാക്കി കരുതും. ഒരു ലൈക്ക് ആൻഡ് ഷെയർ, ഒരു 100,000 സബെങ്കിലും, ലൈക്ക് 100,000 സബെങ്കിലും ആക്കി തന്നെ നമ്മുടെ ചാനലിനെ വളർത്തും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. ബിഗ് ബോസ് സീസൺ 6 ആണ്. അപ്പോൾ മോഹൻലാൽ അവിടെ CID ആയിട്ടൊക്കെ ഇന്ന് വന്നു. പിന്നെ ഇന്ന് 2 പേരുടെ ഇന്നലത്തെ ഒരു ലൈവിലെ ഒരു കാര്യം, ലൈവ് അപ്ഡേഷനാണ്. അതായത് അതിൽ നമുക്ക് കാണാൻ പറ്റിയത് 2 പേരുടെ, ഒരാളുടെ ബർത്ത്ഡേയും മറ്റൊരാളുടെ വെഡിങ് ആനിവേഴ്സറിയും ബിഗ് ബോസ് ആഘോഷിച്ചു. ഇതിൽ ആഘോഷവും നടക്കുന്നു. ഇതെല്ലാം ബിഗ് ബോസിന് ഒരു കണ്ടന്റ് മേക്ക് തന്നെയാണ്. ഇതൊക്കെ വളരെ ആവശ്യമുള്ള കണ്ടന്റാക്കി ബിഗ് ബോസ് മാറ്റി അവിടെ കോണ്ടന്റ് ക്രിയേറ്റീവ് കൂടുതൽ ഉണ്ടാക്കുകയും ഇവിടെ സന്തോഷകരമായ നിമിഷങ്ങളെ കൊണ്ടുവരുത്തുകയും ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ തന്ത്രമായ ഒരു മേക്കിംഗ് രീതിയാണ് സീസൺ 6 10ാമത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പ്രേക്ഷകരോട് പറയാനും നമ്മൾ പറയുന്നത്, നമ്മളിനി ടോപ്പ് 5 വരാൻ പോകുന്ന വ്യക്തികളെ പറ്റി പറയാം. 1 റോക്കി, 2 സിജോ, 3 ജാസ്മിൻ, 4 ഗബ്രിയൽ, 5 ട്രാൻസ്ജെൻഡറായ വുമൺ, പിന്നെ ഹൻസിബ, ഋഷി ചിലപ്പോൾ ഔട്ടാവാൻ സാധ്യത. സുരേഷ് ഏറ്റവും വേഗം ഔട്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ സൈലൻ്റായി നിൽക്കുന്ന ശ്രീതു ഔട്ടാകാൻ, ഏകദേശം ടോപ്പ് 5 എത്താൻ ഒരു സാധ്യതയുമില്ല. പുതിയവർക്ക് അവസരം കൊടുക്കേണ്ട. പിന്നെ
അപ്സര ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ വില്ലത്തിയായി അഭിനയിച്ച സീരിയൽ നടി അവരും ഔട്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരും ഔട്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രാവശ്യത്തിൽ. കുറേ ടോപ്പ് 5 എത്താനുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം 100 ദിവസം തികക്കുന്നവർ ആരാണ്, ആര് വിന്ന് ചെയ്യും എന്നൊക്കെ നമുക്ക് പിന്നീട്. റോക്കിയാണോ, ജാസ്മിനാണോ, ഗബ്രിയലാണോ, സിജു ആണോ? ഓൾ ദ കൺഫ്യൂഷൻസ്. ആര് എന്നത് ചോദ്യം തന്നെയാണ്. ഋഷി ആയിരിക്കാം ചിലപ്പോൾ ആര് ഏത് രീതിയിൽ ബുദ്ധിപരമായി കളിച്ചിട്ടും ഇപ്രാവശ്യം ജിറ്റോ ടോപ്പ് 5 വരെ എത്താനുള്ള സാധ്യത കൂടി വരും. അപ്പോൾ പലരും ഈ സീസണിൽ ആവശ്യപ്പെട്ടവരുണ്ട്. അപ്പോൾ സെലക്ഷനിൽ ഇപ്പോൾ ഒരു നിജസ്ഥിതി ബിഗ് ബോസ് തരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അടുത്ത സീസണിൽ ശനിയാഴ്ച വരുന്ന എപ്പിസോഡുകളിൽ ലാലേട്ടൻ പ്രഖ്യാപിക്കുന്ന നോമിനേഷൻ രീതിയിൽ ആരൗട്ടാവുന്നത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. മുന്നേ ഔട്ട് ചെയ്ത വ്യക്തികളൊന്നുമല്ല. വോട്ടിങ്ങും കാര്യങ്ങളിലൊന്നും ഒരു പങ്കും. സോഷ്യൽ മീഡിയയിൽ ആരൗട്ടാകുന്നോ അവർക്കൊപ്പമാണ്. ആര് ഔട്ടാകുന്നു അവർ ഔട്ടാകുന്നു, ആര് വിന്നറാകുന്നു അവർ. നമുക്ക് ഒരാളെ ഫാനാക്കാനുള്ള ആളെയൊന്നും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടില്ല. സീസൺ 6 രസകരമായ 6 ബിഗ് ബോസിനെ നമ്മൾ അംഗീകരിക്കാം. ബിഗ് ബോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എല്ലാ സീസണും നല്ല അഭിപ്രായത്തോടെ മുന്നോട്ട് പോകണം. അത്രമാത്രം. ഇനി വേറൊരു കണ്ടൻറ്റുമായി വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫയർ.